റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു ED. വീണയും CMRLും തമ്മിൽ കരാർ തരപ്പെട്ടത് എങ്ങനെയെന്ന് അന്വേഷിക്കും. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് CMRLന് എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്നും അതിന്റെ പ്രത്യുപകാരമാണോ കരാർ എന്നും അന്വേഷിക്കും. വീണ ടിയുടെ മൊഴികളിൽ വ്യക്തതയില്ലെന്ന നിലപാടിലാണ് ED. 2,78 ലക്ഷം രൂപയുടെ വിനിയോഗത്തിലടക്കം വ്യക്തത വന്നിട്ടില്ല. CMRL ഉന്നതരുടെ മൊഴികളും വീണയുടെ മൊഴികളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ED. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകാൻ വീണയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ശരൺ. ചുരുക്കത്തിൽ EDക്ക് രണ്ടാം വട്ടവും വീണ പറഞ്ഞ മറുപടികളിൽ തൃപ്തിയില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ഒരിക്കൽ കൂടി വീണയെ വിളിപ്പിക്കുമെന്നാണോ സൂചന? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ED കടക്കുന്നത്. 2 തവണ ചോദ്യം ചെയ്തിട്ടും വീണയുടെ മൊഴികളിൽ വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ED പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ സമൻസ് അയക്കുമെന്നുള്ളതാണ് ED പറയുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ 9 മണിക്കൂറിലധികമാണ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ വീണയെ ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് ED പോകുന്നത്. പ്രത്യേകിച്ച് ED പരിശോധിക്കുന്നത് ഈ CMRLും വീണയും തമ്മിൽ എങ്ങനെയാണ് കരാർ തരപ്പെട്ടതെന്നുള്ളതാണ്. അതിനെന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ CMRLിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ED ഇതിനെ കാണുന്നത് ഇതിൽ ചില അസ്വാഭാവികതകൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഈ എക്സാലോജിക് എന്ന് പറയുന്നത്, വീണയുടെ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്നത് അത്ര വൈദഗ്ധ്യമുള്ള സ്ഥാപനമല്ല. എങ്കിൽ പോലും ഇത്തരത്തിലൊരു വൻ തുകയിൽ കരാർ ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2016-2021 കാലയളവിലെ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് CMRLിന് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, അതിന്റെ തുടർച്ചയായിട്ടാണോ ഈ കരാർ രൂപപ്പെട്ടത് എന്നുള്ളതിലാണ് EDക്ക് സംശയമുള്ളത്. അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഈ വീണയുടെ മൊഴികൾ ED വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. അതിൽ ഇപ്പോഴും പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ സേവനം സംബന്ധിച്ച് വീണയോട് ഇപ്പോഴും ചോദിക്കുമ്പോൾ വീണ പറയുന്നത് താൻ കൃത്യമായി തന്നെ സേവനം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് തെളിയിക്കുന്ന ഒരു രേഖ പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ED പറയുന്നത്. ഇതിന് പുറമെ തന്നെ ഈ 2.78 കോടി രൂപ, അതായത് CMRLിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയെന്ന് പറയുന്ന 2.78 കോടി രൂപ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് സംബന്ധിച്ച് ചോദിക്കുമ്പോഴും കൃത്യമായ മറുപടി വീണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വീണയുടെ സ്വത്തുക്കൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ED ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് വരികയാണെന്നുള്ളതാണ് ED പറയുന്നത്. ഒപ്പം കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. CMRL MD ആയ ശരണസ് കർത്തയുടെയും ശശിധരൻ കർത്തയുടെ ഭാര്യ JS കർത്ത അടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ ലഭിച്ച മൊഴികൾ വീണയുടെ മൊഴികളുമായി ചേർത്ത് പരിശോധിച്ചപ്പോൾ വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുള്ള കൂടിയാണ് ED വിലയിരുത്തുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി വീണയെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. പല ചോദ്യങ്ങൾക്കും EDക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു ശരൺ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി വീണ EDക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.